Hi all, welcome to the class. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ക്രോസിംഗ് ഓഫ് ചെക്സ്. എന്താണ് ചെക്കിൻ്റെ ക്രോസിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ക്രോസിങ്ങിൻ്റെ മീനിങ് നോക്കാം ഫസ്റ്റ്. Crossing means drawing two parallel transverse lines across the face of the check with or without the words and company, not negotiable or accounts paid. Drawings എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് പാരലൽ ആയിട്ടുള്ള ട്രാൻസ്വേഴ്സ് ലൈനുകൾ ചെക്കിൻ്റെ മുകളിൽ ഫേസിലായിട്ട് വരയ്ക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് ചില വേർഡ്സ് ആയിട്ടുള്ള ആൻഡ് കമ്പനി, നോട്ട് നെഗോഷ്യബിൾ, അതുപോലെ അക്കൗണ്ട് പേ എന്ന് എഴുതാം. അല്ലാതെയും ടു പാരലൽ ലൈൻസ് മാത്രം വരച്ചാലും അത് ക്രോസിംഗ് ആണ്. അപ്പോൾ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, സിമ്പിൾ എന്താണ്, ടു പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ വരയ്ക്കുക, അതിൻ്റെ ഉള്ളിൽ വേർഡ്സ് എഴുതുകയോ എഴുതാതിരിക്കുകയോ ചെയ്യാം. കോമൺ ആയിട്ട് എഴുതുന്ന വേർഡ്സ് ആണ് ആൻഡ് കമ്പനി, നോട്ട് നെഗോഷ്യബിൾ ഓർ അക്കൗണ്ട്സ് പേ. ക്രോസിംഗ് ഈസ് എ ഡയറക്ഷൻ ടു ദ പേയിങ് ബാങ്കർ ടു പേ ദ എമൗണ്ട് മെൻഷൻഡ് ഇൻ ദ ചെക്ക് ടു ദി അക്കൗണ്ട് ഓഫ് ദി പേയി ആൻഡ് നോട്ട് അക്രോസ് ദ കൗണ്ടർ. ക്രോസിംഗ് എന്ന് പറയുന്നത് ബാങ്കർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡയറക്ഷൻ ആണ്. മീൻസ് ഈ ഒരു ചെക്കിൽ എഴുതിയിരിക്കുന്ന എമൗണ്ട് ത്രൂ കൗണ്ടർ പേ ചെയ്യരുതെന്നും അക്കൗണ്ട്സ് പേയുടെ അക്കൗണ്ടിലൂടെ മാത്രമേ എൻകാഷ് ചെയ്യാൻ അനുവദിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കർക്ക് അല്ലെങ്കിൽ പേയിങ് ബാങ്കർക്ക് കൊടുക്കുന്ന ഡയറക്ഷനാണ് ക്രോസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചെക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൗണ്ടറിലൂടെ എൻകാഷ് ചെയ്യാൻ കഴിയില്ല. അത് എൻകാഷ് ചെയ്യണമെങ്കിൽ പേയുടെ മീൻസ് ആരാണോ ചെക്ക് മാറ്റുന്ന ആ പേയുടെ ത്രൂ അക്കൗണ്ട് വഴി മാത്രമേ അതിനെ എൻകാഷ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു അക്കൗണ്ടിലൂടെ മാത്രം എൻകാഷ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പറയാം ക്രോസിംഗ് ഓഫ് ദ ചെക്ക് സെക്യൂർസ് ദ പേയ്മെൻറ്റ് ആൻഡ് പ്രിവെൻറ്റ്സ് ദ പോസിബിലിറ്റി ഓഫ് ഫ്രോഡ്. അപ്പം ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഫ്രോഡ് നടത്താനുള്ള പോസിബിലിറ്റി കുറയും. അതുപോലെ തന്നെ എൻകാഷ് ചെയ്യുന്ന സമയത്ത് സെക്യൂർ ആയിട്ട് എൻകാഷ് ചെയ്യാൻ കഴിയുമെന്നും പറയാം. ആർക്കും ഇവിടെ ഫ്രോഡ് കാണിക്കാൻ കഴിയില്ല. ആരുടെ പേരിലാണോ അക്കൗണ്ട് ഉള്ളത് അയാൾക്ക് മാത്രമേ അത് എൻകാഷ് ചെയ്യാൻ കഴിയുള്ളൂ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ക്രോസിംഗ് എ ചെക്ക് ആണ്. ചെക്ക് ക്രോസ് ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന ഇമ്പോർട്ടൻസ്. ഫസ്റ്റ് വൺ, എ ക്രോസ് ചെക്ക് കനോട്ട് എൻകാഷ്ഡ് ബൈ ഹോൾഡർ ഓർ ബിയറർ അറ്റ് ബാങ്ക് കൗണ്ടർ. മീൻസ് ഒരു ക്രോസ് ചെയ്ത ചെക്ക് ഒരിക്കലും അത് ഹോൾഡ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ബിയറർക്ക് ബാങ്കിൻ്റെ കൗണ്ടർ മുഖാന്തരം എൻകാഷ് ചെയ്യാൻ കഴിയില്ല. A crossed check only be paid into the bank account of the payee whose name is mentioned in the check. ചെക്കിൽ ആരുടെ പേരാണോ മെൻഷൻ ചെയ്തിട്ടുള്ളത്, ഏതാണോ ആ പേയുടെ പേര്, ആ പേയുടെ അക്കൗണ്ട് മുഖേന മാത്രമേ നമുക്ക് ക്രോസ് ചെയ്ത ചെക്ക് എൻകാഷ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ക്രോസ്ഡ് ചെക്ക് ആണെങ്കിൽ പേ ചെയ്യുന്നത് ത്രൂ അക്കൗണ്ട് ആണ്. ഈ അക്കൗണ്ട് എന്ന് പറയുന്നത് പേയി ആരുടെ പേരാണോ ചെക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ആ പേയുടെ അക്കൗണ്ട് മുഖാന്തരം മാത്രമേ എൻകാഷ് ചെയ്യാൻ കഴിയുള്ളൂ. തേർഡ് വൺ, ക്രോസിംഗ് ഓഫ് എ ചെക്ക് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു ഇഷ്യൂവർ ഓഫ് ചെക്ക് എഗെയിൻസ്റ്റ് ഫ്രോഡ്. മീൻസ് ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന ആൾക്ക് ഫ്രോഡിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ, മീൻസ് ഫ്രോഡൊന്നും ഇല്ലാതെ തന്നെ അവരുടെ പേയ്ക്ക് എമൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ക്രോസിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, the name of the person who encashed the check will be mentioned in the bank statements. It serves as a proof of payment to the payee. Means through account encash ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരുടെ അക്കൗണ്ടിലേക്കാണ് ഈ എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുള്ളത് ആ ആളുടെ പേര് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ മീൻസ് ഇഷ്യൂവറിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സിൽ മെൻഷൻ ചെയ്യുകയും അതിലൂടെ അയാൾ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, പേയ്ക്ക് പേയ്മെൻറ്റ് നടത്തിയതിൻ്റെ പ്രൂഫായിട്ട് ഇത് ആക്ട് ചെയ്യുകയും ചെയ്യുന്നു. ലാസ്റ്റ് വൺ, എ ക്രോസ്ഡ് ചെക്ക് അവോയ്ഡ് ദ ഫ്രോഡ് വിച്ച് ക്യാൻ ടേക്ക് പ്ലേസ് ഇൻ കേസ് ഓഫ് സെറ്റ് ചെക്ക് ഈസ് ലോസ്റ്റ് ഓർ സ്റ്റോളൻ. മീൻസ് നമ്മൾ ഇഷ്യൂ ചെയ്ത ചെക്ക് നഷ്ടപ്പെടുക അല്ലെങ്കിൽ കളവ് പോവുകയാണെങ്കിൽ അങ്ങനെ പോകുന്ന സമയത്ത് പേയ്ക്ക് മാത്രമേ ക്രോസ് ചെയ്ത ചെക്ക് എൻകാഷ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ നഷ്ടപ്പെട്ട് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ കളവ് നടത്തുന്ന സമയത്തോ ഉണ്ടാകുന്ന ഫ്രോഡിനെ അവോയ്ഡ് ചെയ്യാനും ക്രോസ്ഡ് ചെക്കിന് സാധിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ക്രോസിംഗ് എ ചെക്ക്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ക്രോസിംഗ് ആണ്. ക്രോസിങ്ങിൻ്റെ മേജർ ആയിട്ടുള്ള ടൈപ്സ് ആണ്. അതിൽ മെയിനായിട്ടും 2 ടൈപ്സ് ക്രോസിംഗ് ആണുള്ളത്, ജനറൽ ക്രോസിങ്ങും സ്പെഷ്യൽ ക്രോസിങ്ങും. അപ്പോൾ ജനറൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ക്രോസിങ്ങിൻ്റെ മീനിങ്ങിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് തന്നെയാണ് ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രോയിങ് ടു പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻസ് അക്രോസ് ദ ഫേസ് ഓഫ് ദ ചെക്ക്. ചെക്കിൻ്റെ മുഖത്ത് അല്ലെങ്കിൽ ഫേസിൽ 2 ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള പാരലൽ ലൈൻസ് വരയ്ക്കുക വിത്തൗട്ട് ദ വേർഡ്സ് ആൻഡ് കമ്പനി, നോട്ട് നെഗോഷ്യബിൾ ഓർ അക്കൗണ്ട്സ് പേയി. അങ്ങനെ checks which are generally crossed can only be paid into the bank account of the payee whose name is written in the check. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അങ്ങനെ ജനറലി ക്രോസ് ചെയ്താൽ ഈ ഒരു രീതിയിൽ ജനറലി ക്രോസ് ചെയ്യുകയാണെങ്കിൽ ആരുടെ പേരാണോ അതിൽ എഴുതിയിരിക്കുന്നത്, മീൻസ് ഏത് പേയുടെ പേരാണോ എഴുതിയിരിക്കുന്നത് ആ പേയുടെ അക്കൗണ്ട് മുഖാന്തരം മാത്രമേ നമുക്ക് ആ ചെക്കിനെ എൻകാഷ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് നോട്ട് പെയ്ഡ് ആസ് ക്യാഷ് ഇൻ ദി കൗണ്ടർ മുഖാന്തരം അതിനെ ക്യാഷ് ആക്കി മാറ്റാൻ കഴിയില്ല. അപ്പോൾ നെക്സ്റ്റ് സ്പെഷ്യൽ ക്രോസിംഗ് ആണ് നമുക്ക് അഡീഷണൽ ആയിട്ട് പഠിക്കാനുള്ളത്.
Special crossing means crossing and writing the name of some banker across the face of the check with or without the words. മീൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ജനറലി ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെ തന്നെ ക്രോസ് ചെയ്യുകയും കൂടുതൽ ഒരു ബാങ്കറുടെ പേര് റൈറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് സ്പെഷ്യൽ ക്രോസിങ്. അപ്പം ഈ ബാങ്കറുടെ പേര് എഴുതാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് ഓഫ് സ്പെഷ്യൽ ക്രോസിങ്ങിൻ്റെ കേസിൽ ദ പേയിങ് ബാങ്കർ വിൽ പേ ദ എമൗണ്ട് ഓഫ് ചെക്ക് ഓൺലി ടു ദ ബാങ്കർ ഹൂസ് നെയിം അപ്പിയർ ഇൻ ദ ക്രോസിങ്. മീൻസ് ക്രോസിങ്ങിൽ ഏത് ബാങ്കിൻ്റെ പേരാണോ നമ്മൾ എഴുതിയിരിക്കുന്നത് ആ ബാങ്കിൻ്റെ അക്കൗണ്ട് മുഖാന്തരം മാത്രമേ നമുക്ക് എമൗണ്ട് എൻകാഷ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ബാങ്കറുടെ പേര് എഴുതുന്നത്. അപ്പം ബാങ്കറുടെ പേരും കൂടെ ക്രോസിങ്ങിൽ വരികയാണെങ്കിൽ അത് സ്പെഷ്യൽ ക്രോസിംഗ് ആണ്. അപ്പോൾ സ്പെഷ്യൽ ക്രോസിംഗ് ആണ് നടക്കുന്നതെങ്കിൽ ആ ഒരു ബാങ്കർ ഏത് ബാങ്കറുടെ പേരാണോ മെൻഷൻ ചെയ്തിട്ടുള്ളത് ആ ബാങ്കറുടെ അക്കൗണ്ട് വഴി മാത്രമാണ്. മീൻസ് SBI ആണ് ഇതെങ്കിൽ SBIയുടെ അക്കൗണ്ട് മുഖാന്തരം മാത്രമേ നമുക്ക് ആ ചെക്കിൽ ചെയ്തിട്ടുള്ള ക്യാഷിനെ എൻകാഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ക്യാൻ ബി എൻകാഷ്ഡ് ഓൺലി ത്രൂ സ്പെസിഫൈഡ് ബാങ്ക്. മീൻസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സ്പെസിഫൈഡ് ആയിട്ടുള്ള അവിടെ എഴുതിയിട്ടുള്ള ആ ഒരു ബാങ്ക് മുഖാന്തരം മാത്രമേ നമുക്ക് എൻകാഷ് ചെയ്യാൻ കഴിയുള്ളൂ. നെക്സ്റ്റ് വൺ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ആണ്. അപ്പോൾ നോട്ട് നെഗോഷ്യബിൾ എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ പഠിച്ചു. ജനറൽ ക്രോസിംഗ് ആണെങ്കിലും സ്പെഷ്യൽ ക്രോസിംഗ് ആണെങ്കിലും നോട്ട് നെഗോഷ്യബിൾ എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് മീൻ ചെയ്യുന്നതാണ് ഈ ഒരു ചെക്കിൻ്റെ നെഗോഷ്യബിലിറ്റി നമ്മൾ എടുത്തു മാറ്റുന്നു എന്നാണ്. മീൻസ് നെഗോഷ്യബിലിറ്റി മീൻസ് എന്താണ്? ട്രാൻസ്ഫറബിലിറ്റി ബൈ മിയർ ഡെലിവറി ആൻഡ് എൻഡോഴ്സ്മെൻറ്റ് പ്ലസ് ട്രാൻസ്ഫറബിലിറ്റി ഫ്രീ ഫ്രം ഡിഫക്ട്സ്. മീൻസ് നെഗോഷ്യബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് നമ്മൾ ചെക്ക് ഹോൾഡ് ചെയ്യുന്ന ആൾ മറ്റൊരാളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നു, ജസ്റ്റ് ഡെലിവർ ചെയ്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് എൻഡോഴ്സ് ചെയ്യുകയാണെങ്കിൽ അതിന് യാതൊരുവിധ ഡിഫക്ട്സും ഉണ്ടാവില്ല. മീൻസ് റിസീവ് ചെയ്യുന്ന ആൾക്ക് എല്ലാ രീതിയിലുള്ള റൈറ്റ്സും ലഭിക്കും. അതാണ് നെഗോഷ്യബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോട്ട് നെഗോഷ്യബിൾ എന്നുള്ള വേർഡ് ചെക്കിൽ ക്രൂസ് ചെയ്യുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് അത് ഉറപ്പുവരുത്തുന്ന ഇതാണ്: ട്രാൻസ്ഫർ ചെയ്യുന്ന ആളേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ അത് റിസീവ് ചെയ്യുന്ന ആൾക്ക് കിട്ടില്ല. മീൻസ് നെഗോഷ്യബിൾ അല്ല ആ ഒരു ചെക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡെലിവറി ചെയ്തതുകൊണ്ട് മറ്റേ ആൾക്ക് ഇയാളേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ടൈറ്റിൽ കിട്ടില്ല എന്ന് പറയുന്നതാണ് നോട്ട് നെഗോഷ്യബിൾ ക്ലോസിംഗ്. നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ്ങിൽ ട്രാൻസ്ഫർ ചെയ്യുക മീൻസ് ആരാണോ അത് റിസീവ് ചെയ്യുന്ന അയാളെ വാൺ ചെയ്യാണ് ദ ട്രാൻസ്ഫർ ദാറ്റ് ഹിസ് ഓർ ഹെർ ടൈറ്റിൽ ഈസ് സബ്ജക്റ്റ് ടു ഓൾ പ്രയർ ഡിഫക്ട്സ് ഇൻ ടൈറ്റിൽ. മീൻസ് നമ്മൾ അൺഫെയർ ആയിട്ട് അല്ലെങ്കിൽ എന്താണ് അൺഡിസൈറബിൾ ആയിട്ടോ ഡിസോണസ്റ്റ് ആയിട്ടോ ആണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഈ ഒരു ചെക്ക് വന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ആ ഒരു ഡിഫക്റ്റ് മുമ്പുള്ള ഹോൾഡർ അത് ഹോൾഡ് ചെയ്തത് ജെന്യൂൻ ആയിട്ടല്ലെങ്കിൽ ആ എല്ലാ ഡിഫക്റ്റും ഈ റിസീവ് ചെയ്യുന്ന ആൾക്കും കൂടി ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളത് ട്രാൻസ്ഫറിയെ വാൺ ചെയ്യുകയാണ് ഈ ഒരു നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ്ങിലൂടെ. മീൻസ് ജനറൽ ക്രോസിങ്ങിലും സ്പെഷ്യൽ ക്രോസിങ്ങിലും നമ്മൾ എഴുതുന്ന വേർഡാണ് നോട്ട് നെഗോഷ്യബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നോട്ട് നെഗോഷ്യബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്: ഇത് റിസീവ് ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ ഇത് ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് ജസ്റ്റ് ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം അതിന് നെഗോഷ്യബിലിറ്റി ഉണ്ടാവില്ല. മീൻസ് ട്രാൻസ്ഫറിക്ക് എല്ലാ റൈറ്റ്സും കിട്ടുന്നില്ല. പ്രയറായിട്ട് ഏതെങ്കിലും ഡിഫക്ട്സ് ഉള്ള ഒരു ചെക്കാണെങ്കിൽ ആ ഒരു ഡിഫക്റ്റ് ഈ റിസീവ് ചെയ്യുന്ന ആൾക്കും വരും. അയാളുടെ അടുത്ത് നിന്ന് ഈ ചെക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. മീൻസ് അയാൾക്ക് ഈ ചെക്കിൻ്റെ മുകളിലുള്ള റൈറ്റ്സ് ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് വാൺ ചെയ്യുന്ന വേർഡാണ് നോട്ട് നെഗോഷ്യബിൾ. നെക്സ്റ്റ് വൺ അക്കൗണ്ട്സ് പേയി ക്രോസിംഗ് ആണ്. മീൻസ് ദ വേർഡ്സ് അക്കൗണ്ട്സ് പേയി ഓർ പേയി അക്കൗണ്ട് മേ ബി ഇൻക്ലൂഡഡ് ഇൻ ദി ജനറൽ ഓർ സ്പെഷ്യൽ ക്രോസിംഗ്സ്. ജനറൽ ക്രോസിംഗിലും അതുപോലെ തന്നെ സ്പെഷ്യൽ ക്രോസിംഗിലും അക്കൗണ്ട് പേയി അല്ലെങ്കിൽ പേയീസ് അക്കൗണ്ട് എന്ന് പറയുന്ന വേർഡ് നമുക്ക് ആഡ് ചെയ്യാം. ഈ ഒരു ക്രോസിംഗ് ആണ് അക്കൗണ്ട്സ് പേയി ക്രോസിംഗ് എന്ന് പറയുന്നത്. അക്കൗണ്ട്സ് പേയി ക്രോസിംഗിൽ നമ്മൾ ബാങ്കിനോട് ഡയറക്റ്റ് ചെയ്യുന്ന ഇതാണ്: ആരുടെ പേരാണോ ഇതിൽ പേയി ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് ആ പേയുടെ അക്കൗണ്ട് മുഖാന്തരം മാത്രമേ ക്യാഷിനെ കൊടുക്കാൻ പാടുള്ളൂ. മീൻസ് എൻകാഷ് ചെയ്യണമെങ്കിൽ പേയുടെ അക്കൗണ്ട് വേണം എന്നുള്ളത് ബാങ്കിനെ ഡയറക്റ്റ് ചെയ്യുന്ന ക്രോസിംഗ് ആണ് അക്കൗണ്ട് പേയി ക്രോസിംഗ്. മീൻസ് എന്താണ്? ആഡിങ് എ ക്രോസിംഗ് ഓഫ് എ ചെക്ക് ഇൻക്രീസസ് ഇറ്റ് സെക്യൂരിറ്റി ഇൻ ദാറ്റ് ഇറ്റ് കനോട്ട് ബി cashed at the bank counter but must be paid into the account in exactly the name as that which appear on the payee line of the check. Means ചെക്കിൻ്റെ മുകളിലുള്ള പേയി ലൈൻ, പേയുടെ പേര് എഴുതാനുള്ള ലൈനിൽ ആരുടെ പേരാണോ അപ്പിയർ ചെയ്യുന്നത്, മീൻസ് ആരുടെ നെയിമാണോ എഴുതിയിട്ടുള്ളത് ആ ആളുടെ എക്സാക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ട് മുഖാന്തരം മാത്രമേ എൻകാഷ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ക്രോസിംഗ് ചെയ്യുന്നതിനെയാണ് അക്കൗണ്ട്സ് പേയി ക്രോസിംഗ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ ഡബിൾ ക്രോസിംഗ്. വെൻ എ ചെക്ക് വിയർ ടു സ്പെഷ്യൽ ക്രോസിംഗ്. ഒരു
ചെക്കിൽ രണ്ട് സ്പെഷ്യൽ ക്രോസിംഗ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന ഡബിൾ ക്രോസിംഗ്. ഇറ്റ്സ് കോൾഡ് ഡബിൾ ക്രോസിംഗ്. ഇൻ ദി സെക്കൻഡ് ബാങ്ക് ആക്ട് ആസ് എൻ ഏജന്റ് ഓഫ് ദി ഫസ്റ്റ് കളക്ടിംഗ് ബാങ്ക്. മീൻസ് ഇതിൽ രണ്ട് ബാങ്കുകളുടെ പേര് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ഉള്ള ബാങ്കിൻ്റെ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ബാങ്കാണ് സെക്കൻഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പം രണ്ട് ബാങ്ക് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ബാങ്ക് ആയിരിക്കും ഒറിജിനൽ, സെക്കൻഡ് ബാങ്ക് കളക്ടിംഗ് ബാങ്കറായിട്ട് ആക്ട് ചെയ്യുന്ന ബാങ്കാണ്. ഇറ്റ് ഈസ് മെയ്ഡ് വെൻ ദ ബാങ്കർ ഇൻ ഹൂസ് ഫേവർ ദ ചെക്ക് ഈസ് ക്രോസ്ഡ് ഡസ് നോട്ട് ഹാവ് എ ബ്രാഞ്ച് വേർ ദ ചെക്ക് ഈസ് പെയ്ഡ്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ക്രോസിംഗ് ചെയ്യാനുള്ള കാരണം ഇതാണ്. നമുക്കൊരു അക്കൗണ്ട് മുഖാന്തരം മീൻസ് ഒരു ബാങ്കർ മുഖാന്തരമാണ് എൻകാഷ് ചെയ്യേണ്ടത്. പക്ഷേ ഈ എൻകാഷ് ചെയ്തിട്ടുള്ള ചെക്ക് പേ ചെയ്യേണ്ട സ്ഥലത്ത് ആ ഒരു ബാങ്കിന് ബ്രാഞ്ച് ഇല്ല എന്ന് വിചാരിക്കാം. അങ്ങനെ ബ്രാഞ്ച് ഇല്ലാതെ ആവുന്ന സമയത്ത് ഈ സെക്കൻഡ് ബാങ്ക് മറ്റേ ബാങ്കിന് വേണ്ടിയിട്ട് നമുക്ക് കളക്ട് ചെയ്ത് തരുന്നു. അപ്പോൾ ഇതിനെയാണ് ഡബിൾ ക്രോസിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ രണ്ട് സ്പെഷ്യൽ ക്രോസിംഗ് ഒരു ചെക്കിൽ വരികയാണെങ്കിൽ അത് ഡബിൾ ക്രോസിംഗ് എന്ന് വിളിക്കുന്നു. അപ്പോൾ സെക്കൻഡ് ബാങ്ക് ഫസ്റ്റ് കളക്ടിംഗ് ബാങ്കിൻ്റെ ഏജന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മീൻസ് അവർക്ക് വേണ്ടിയിട്ട് ക്യാഷ് കളക്ട് ചെയ്യുന്ന ഒരു ഏജന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അതിനുള്ള റീസൺ ഇതാണ്. ഫസ്റ്റ് എഴുതിയിട്ടുള്ള ബാങ്കിൻ്റെ ബ്രാഞ്ച് ഈ ഒരു എൻകാഷ്മെൻറ്റ് നടക്കുന്ന പ്ലേസിൽ അതിന് ബ്രാഞ്ച് ഇല്ലാതെയാവുന്നു. ആ കേസിൽ ആ ഒരു ബാങ്കിന് വേണ്ടിയിട്ട് ഈ സെക്കൻഡ് ബാങ്ക് എമൗണ്ട് കളക്ട് ചെയ്യുകയാണ്. നെക്സ്റ്റ് വൺ ഒബ്ലിറ്ററേറ്റിംഗ് എ ചെക്ക് ക്രോസിംഗ് ആണ്. ക്രോസിങ്ങിൻ്റെ ഒബ്ലിറ്ററേറ്റിംഗ് ആണ്. അപ്പോൾ മീൻസ് ക്രോസിങ്ങിൻ്റെ ഒബ്ലിറ്ററേറ്റിംഗ് എന്ന് പറയുന്നതാണ് എറേസിങ് ദ ക്രോസിംഗ് ഓൺ ദി ചെക്ക് ബൈ എ ഡിസോണസ്റ്റ് പേഴ്സൺ. ഒരു ഡിസോണസ്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും ചേർന്ന് ചെക്കിൻ്റെ ക്രോസിങ്ങിനെ ഇറേസ് ചെയ്ത് കളയാണ്. ബാങ്കർ അറിയാതെ അത് പേ ചെയ്യാനുള്ള കൗണ്ടർ മുഖാന്തരം പേ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പേ ചെയ്യുകയാണെങ്കിൽ ബാങ്കിന് കിട്ടുന്ന പ്രൊട്ടക്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ മീൻസ് ഒബ്ലിറ്ററേറ്റിംഗ് മീൻസ് ഇറേസിങ് ദി ക്രോസിംഗ് ഓൺ ദി ചെക്ക് ബൈ ഡിസോണസ്റ്റ് പേഴ്സൺ. ഡിസോണസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ക്രോസിങ്ങിനെ മായ്ച്ച് കളയാതെ ബാങ്കർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും ബാങ്കർ കൗണ്ടർ മുഖാന്തരം ക്യാഷ് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ സെക്ഷൻ 89 ആണ് ബാങ്കർക്ക് കളക്ടിംഗ് ബാങ്കർക്ക് ചെക്ക് ഇത്തരം പേയ്മെൻറ്റിന് മുകളിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. സെക്ഷൻ 89 കിട്ടുന്ന പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ഇൻ സച്ച് കേസസ് ദ സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ഈസ് അവൈലബിൾ ടു ദ പേയിങ് ബാങ്കർ ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. അപ്പോൾ താഴെ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ബാങ്കർക്ക് കിട്ടുള്ളൂ. ഫസ്റ്റ് വൺ ഇതാണ്. ദ ഒബ്ലിറ്ററേഷൻ ഈസ് നോട്ട് അപ്പാരൻറ്റ് ഓർ ക്ലിയർ. മീൻസ് നമുക്ക് മുമ്പിൽ വന്നിട്ടുള്ള ബാങ്കിൻ്റെ കൗണ്ടറിൽ മുമ്പിൽ വന്നിട്ടുള്ള ഈ ഒരു ചെക്കിൻ്റെ ഒബ്ലിറ്ററേഷൻ എന്ന് പറയുന്നത് തീരെ കാണാത്ത രീതിയിലായിരിക്കണം. മീൻസ് എറേസ് ചെയ്തത് യാതൊരു കാരണവശാലും ഇത് എറേസ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളത് ബാങ്കിന് മനസ്സിൽ ആവാൻ പാടില്ല. മീൻസ് കംപ്ലീറ്റ് ഹിഡൻ ആയിട്ടുള്ള ഒരു ഒബ്ലിറ്ററേഷൻ ആയിരിക്കണം. അതുപോലെ തന്നെ സെക്കൻഡ് വൺ, ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ ദി ഡ്യൂ കോഴ്സ്. മീൻസ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്തിലും നെഗ്ലിജൻസ് ഒന്നും കൂടാതെ തന്നെ ആയിരിക്കണം ബാങ്ക് അത് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാകുന്നത്. അപ്പം ബാങ്കിൻ്റെ നെഗ്ലിജൻസിന് ബാങ്കിന് പ്രൊട്ടക്ഷൻ കിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ക്രോസിങ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ബാങ്കിന്, പക്ഷെ അത് ബാങ്ക് നോക്കാനിട്ടാണെങ്കിൽ ആ സമയത്തും ബാങ്കിന് സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ കിട്ടില്ല. അപ്പോൾ ഇത്രയാണ് ക്രോസിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ഓപ്പണിംഗ് ഓഫ് ക്രോസിങ്. ക്രോസിങ്ങിനെ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാന്നുള്ളത് നോക്കണം. ഓപ്പണിംഗ് ഓഫ് ക്രോസിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഇഫ് ദ ക്രോസിംഗ് ഓൺ ദ ചെക്ക് ഈസ് ക്യാൻസൽഡ് ഇറ്റ് ഈസ് കോൾഡ് ഓപ്പണിംഗ് ഓഫ് ക്രോസിംഗ്. ക്രോസിങ്ങിനെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഓപ്പണിംഗ് ഓഫ് ക്രോസിംഗ്. ദെൻ ഇറ്റ് ബിക്കംസ് ഓപ്പൺ ചെക്ക്. അതിനുശേഷം ക്രോസിംഗ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെക്ക് ആവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ദ ഡ്രോയർ അലോൺ ക്യാൻ ദ റൈറ്റ് ടു ക്യാൻസൽ ദ ക്രോസിംഗ്. ഓർക്കുക, ഈ ക്രോസിങ്ങിനെ ക്യാൻസൽ ചെയ്യാനുള്ള ഒരേ ഒരു അധികാരം ഡ്രോയർക്ക് മാത്രമായിരിക്കും. ഹീ ക്യാൻ ക്യാൻസൽ ദ ക്രോസിംഗ് ബൈ റൈറ്റിംഗ് ദ വേർഡ് പേ ക്യാഷ് ഓർ പുട്ടിംഗ് ഹിസ് ഫുൾ സിഗ്നേച്ചർ. അപ്പോൾ ഈ ഒരു ക്രോസിങ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ഇതാണ്, ആ ഒരു ചെക്കിൻ്റെ മുകളിൽ പേ ക്യാഷ് എന്ന് പറയുന്ന വേർഡ് എഴുതുമോ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ഫുൾ സിഗ്നേച്ചർ അതിൽ ഇടുകയും ചെയ്യും. ഇത്രയാണ് ഓപ്പണിംഗ് ഓഫ് ക്രോസിങ്ങിൽ പറയാനുള്ളത്. അപ്പോൾ ക്രോസിങ്ങിൻ്റെ ക്യാൻസലേഷൻ ബൈ പുട്ടിംഗ് എന്താണ്, പേ ക്യാഷ് ഓർ പുട്ട് ആൻഡ് സിഗ്നേച്ചർ, അതിനെയാണ് ഓപ്പണിംഗ് ഓഫ് ക്രോസിംഗ് വിളിക്കുന്നത്. ക്രോസിംഗ് ഓപ്പൺ ചെയ്ത ചെക്ക് ഓപ്പൺ ചെക്ക് എന്നാണ് അറിയപ്പെടുന്നതെന്ന് ഓർക്കാം. അപ്പോൾ ഇത്രയാണ് ക്രോസിംഗിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.